BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറായത് ഇന്നും വിമാന സർവീസുകളെ ബാധിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള 5 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കി. എല്ലാം ഇൻഡിഗോ വിമാനങ്ങളാണ്. മുംബൈ, ബംഗളൂരു വഴിയുള്ള ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ് എന്നീ വിമാനങ്ങളും ഉച്ചയ്ക്ക് 11:20 മുംബൈ വിമാനവും റദ്ദാക്കി. വിമാന കമ്പനികളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, ചെക്ക് ഇൻ, ബോർഡിംഗ് പാസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അവതാളത്തിലായതാണ് റദ്ദാക്കാൻ കാരണം. എയർ ഇന്ത്യ, വിസ്താര, ഇൻഡിഗോ, ആകാശ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ പ്രമുഖ എയർലൈനുകളെല്ലാം തന്നെ വിൻഡോസ് തകരാർ തങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു. 192 വിമാന സർവീസുകൾ ഇന്നലെ ഇൻഡിഗോ ഒഴിവാക്കി. മുംബൈ വിമാനത്താവളത്തെയാണ് കൂടുതൽ ബാധിച്ചത്. കൊച്ചി, കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളും ഇതിൽ ഉൾപ്പെടും. കൊച്ചിയിൽ 13 വിമാന സർവീസും റദ്ദാക്കി. ചിലയിടങ്ങളിൽ പഴയതുപോലെ കൈകൊണ്ടെഴുതിയാണ് ടിക്കറ്റ് നൽകിയത്. റീബുക്കിങ്ങിനോ റീഫണ്ടിനോ ഉള്ള ഓപ്ഷൻ താൽക്കാലികമായി ലഭ്യമല്ല. വിഷയം തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമാണെന്നും എയർലൈൻസ് വ്യക്തമാക്കി. എന്നാൽ ബുക്ക് ചെയ്യാനോ പണം മടക്കി ലഭിക്കാനോ ഉള്ള സൗകര്യങ്ങൾ സജ്ജമാവാത്തതും പ്രതിഷേധത്തിന് വഴിവെച്ചു. 10 ബാങ്കുകളെയും ബാങ്കിംഗേതര ധനകാര്യ സ്ഥാപനങ്ങളെയും നേരിയ തോതിൽ ബാധിച്ചതായും RBI പറഞ്ഞു. അതേസമയം കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നതായും SBI ചെയർമാൻ ദിനേശ് കുമാർ ഖാരെ പറഞ്ഞു. UPI അടക്കമുള്ള സേവനങ്ങൾ തടസ്സപ്പെട്ടിട്ടില്ലെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ദിലീപ് അസ്ബി അറിയിച്ചു. HDFC, ICICI, ആക്സിസ് ബാങ്കുകളും എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവരും സേവനം തടസ്സപ്പെട്ടിട്ടില്ലെന്നും അറിയിച്ചു. മരട് മാങ്കായിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം ശോച്യാവസ്ഥയിൽ. കാലവർഷം ശക്തിപ്പെട്ടതോടെ കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങി. സ്കൂൾ അധികൃതരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് നഗരസഭാ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വിരിക്കാൻ ടാർപോളിൻ വാങ്ങി നൽകിയെങ്കിലും വലിച്ചുകെട്ടാൻ അധ്യാപകർ മുകളിൽ കയറേണ്ടി വന്നു. നിലവിൽ ടാർപോളിൻ വലിച്ചുകെട്ടിയാണ് അധ്യയനം നടത്തുന്നത്. ക്ലാസ് മുറിയിലെ സീലിംഗുകൾ പലതും നിലം പതിക്കാറായി. ക്ലാസ് മുറികളിൽ പ്രവേശിക്കുന്ന മരപ്പട്ടികൾ മലമൂത്ര വിസർജനം ചെയ്ത് മുറികൾ വൃത്തികേടായിരിക്കുകയാണ്. നഗരസഭയുടെ അനാസ്ഥ തുടർന്നാണ് സ്കൂൾ കെട്ടിടം ശോച്യാവസ്ഥയിലായതെന്നും LDF ആരോപിച്ചു. അറ്റകുറ്റപ്പണിക്കായി 5 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആവശ്യമായി ഇടപെടൽ നടത്താൻ MLAയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ല. ശോച്യാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സ്കൂൾ സന്ദർശിച്ച LDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. പാർലമെന്ററി പാർട്ടി ലീഡർ CR ഷാനവാസ്, കൗൺസിലർമാരായ ദിശ പ്രതാപൻ, EP ബിന്ദു, ഉഷ സഹദേവൻ, CT സുരേഷ്, ശാലിനി അനിൽരാജ് എന്നിവരും പങ്കെടുത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. H1N1 പനി ബാധിച്ച് 4 വയസ്സുകാരൻ മരിച്ചു. ഒളനാട് കുരിയപ്പറമ്പ് റോഡിൽ ഇളവന്തുരുത്തിൽ ലിബു നയന ദമ്പതികളുടെ മകൻ ലിയോണാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് എറണാകുളം ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാത്രി 8:30 മരിച്ചു. പനായിക്കുളം ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ്. 12-നാണ് അവസാനമായി ക്ലാസ്സിലെത്തിയത്. അന്നു മുതൽ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പള്ളിപ്പുറത്തെ അമ്മയുടെ വീട്ടിൽ പോയ ലിയോൺ തിങ്കളാഴ്ചയാണ് ഒളനാട്ടെ വീട്ടിൽ തിരിച്ചെത്തിയത്. പനി ശക്തമായതിനെ തുടർന്ന് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പനി കൂടിയതിനെ തുടർന്നാണ് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. 1.5 വയസ്സുള്ള ലിനോൺ സഹോദരനാണ്. തിരക്കേറിയ കൊച്ചി ധനുഷ്കോടി റോഡിൽ അപകടം സൃഷ്ടിച്ച് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്താതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. മഴക്കാലമായതോടെ ഓട് നിർമ്മിക്കാനുള്ള റോഡരികിലെ കുഴികളിലേക്ക് വാഹനങ്ങൾ തെന്നിവീഴുന്നത് പതിവാകുന്നു. കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ഓടയും റോഡും തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപകടങ്ങൾക്ക് കാരണം. രാത്രി തെരുവ് വിളക്കുകൾ തെളിയുന്നത് അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണുള്ളത്. റോഡരികിലേക്ക് കുഴികൾക്ക് അരികിൽ പ്ലാസ്റ്റിക് ചരടുകൾ വലിച്ചു കെട്ടിയിരിക്കുന്നതല്ലാതെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. കൊടും വളവുകളിൽ അടക്കം നീളത്തിൽ കുഴികൾ എടുത്ത ശേഷം നിർമ്മാണം നടത്താതെ ഇട്ടിരിക്കുന്ന സ്ഥലങ്ങളും ഏറെയാണ്. സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും ആവശ്യമില്ലാത്തതിനാൽ രാത്രി റോഡിലൂടെ വരുന്ന യാത്രക്കാരുടെ ശ്രദ്ധ തെറ്റിയാൽ അപകടം ഉറപ്പാണ്. നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ റോഡിന് പല ഭാഗത്തും വീതി കുറഞ്ഞിരിക്കുകയാണ്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യമുയർന്നിട്ടും നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കൊച്ചി ധനുഷ്കോടി റോഡിൽ ആവശ്യമായ സുരക്ഷയൊരുക്കി മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അധികൃതർ ശ്രദ്ധിക്കണമെന്നും സെക്രട്ടറി അറിയിച്ചു.
മാലിന്യ കൂമ്പാരങ്ങളെ ക്രിയാത്മകമായ സംസ്കരണ മാതൃകകളിലൂടെ കീഴടക്കി വരികയാണ് കൊച്ചി. എന്നാൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മെട്രോ നഗരത്തിന് വെല്ലുവിളിയാകുന്നു. നഗരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളുമാണ്. വഴിയോര കച്ചവടക്കാർക്കിടയിലും ഇവയുടെ ഉപയോഗം കൂടുതലാണ്. പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന കടകളിൽ പലയിടത്തും സാധനങ്ങൾ നൽകുന്നത് 50 മൈക്രോണിൽ താഴെയുള്ള കവറുകളിലാണ്. 75 മൈക്രോണിൽ താഴെയുള്ളതും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമാണ് നിരോധിച്ചത്. ഇവയുടെ ഉപയോഗത്തിനെതിരെ സർക്കാർ കർശന നടപടികൾ നിർദ്ദേശിച്ചതോടെ വരും ദിവസങ്ങളിൽ പരിശോധന ഊർജിതമാക്കുമെന്നും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് ഇത്തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ചിലർ നഗരത്തിലേക്ക് കടത്തുന്നതായി വിവരമുണ്ട്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികളും ഉണ്ടാകും. നിലവിൽ 74 ഡിവിഷനുകളിലായി 21 ഹെൽത്ത് സർക്കിളുകളാണുള്ളത്. ഇവിടെ നിന്നുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. നഗരത്തിലെ കനാലിൽ പ്ലാസ്റ്റിക് കവറടക്കം വലിച്ചെറിഞ്ഞ നിലയിലാണ്. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ദിവസവും ഏകദേശം 50 ടൺ അജൈവ മാലിന്യമാണ് കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്നത്. നിലവിൽ കോർപ്പറേഷൻ പരിധിയിലെ 1,67,000 വരുന്ന വീടുകളിൽ 1,54,000 വീടുകൾ ഹരിത കർമ്മസേനയുടെ മാലിന്യ ശേഖരണവുമായി സഹകരിക്കുന്നു. 26,500ഓളമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ സ്വന്തം നിലയിൽ അജൈവ മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്നവരൊഴികെ 15,000 സ്ഥാപനങ്ങളും ഹരിത കർമ്മസേനയ്ക്കാണ് കൈമാറുന്നത്. ശുചിത്വ മിഷന്റെ വിവിധ ഏജൻസികളെയും വ്യാപാര സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നുണ്ട്. ചെറിയ ശതമാനം ഇപ്പോഴും ഇത്തരം മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോട് മുഖം തിരിക്കുന്നു. ഇത് അവസാനിപ്പിച്ചാൽ മാത്രമേ പൂർണ്ണമായും മാലിന്യ സംസ്കരണം നടപ്പാക്കാനാകൂ. ഹരിത കർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം തരംതിരിച്ച ഗ്രീൻ വേവ്സ്, W കേരള എന്നീ കമ്പനികൾക്കാണ് കൈമാറുന്നത്. 797 പേരടങ്ങുന്നതാണ് നിലവിൽ കൊച്ചി കോർപ്പറേഷനിലെ ഹരിത കർമ്മസേന. ഇത് 200 വീടിന് ഒരാളെന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.